നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സോണി ജി മാസ്റ്റർ 85ൻ്റെ സെക്കൻഡ് വേർഷൻ ഇറങ്ങി എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ സോണിയുടെ തന്നെ പ്രീമിയം ലെൻസാണ് ജി മാസ്റ്റർ ലെൻസുകൾ. അതായത് പ്രീമിയം ആയിട്ടുള്ള എല്ലാം തന്നെ സോണിക്ക് ഓൾറെഡി നോർമൽ ലെൻസുകളുണ്ട്, ജി ലെൻസുകളുണ്ട്, ജി മാസ്റ്റർ ലെൻസുകളുണ്ട്. പിന്നെ സീസ്, പിന്നെ അതുപോലെ തന്നെ സിഗ്മ, അതുപോലെ തേർഡ് പാർട്ടി കമ്പനികളും ലെൻസുകൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ അത് ഏറ്റവും പ്രീമിയം ലെൻസാണ് സോണിയുടെ ജി മാസ്റ്റർ ലെൻസുകൾ. ഈ ജി മാസ്റ്റർ ലെൻസുകളുടെ ഉപയോഗിച്ചാലേ ഉള്ളൂ സോണി ക്യാമറയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു പെർഫോമൻസ് കിട്ടുന്നതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചതിലും പറ്റിയ ഏറ്റവും ബെസ്റ്റ്, അതായത് വെഡ്ഡിങ് വർക്കിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ലെൻസാണ് 85 ജി മാസ്റ്റർ എന്ന് പറഞ്ഞ ലെൻസ്. നമുക്ക് കപ്പിൾ എടുക്കാനത്, സിംഗിൾ എടുക്കാനത്, ക്യാൻഡിഡ് എടുക്കാനത്, അതായത് ഏറ്റവും ബെറ്റർ. അതായത് സോണിയുടെ ഒരു ആർട്ട് ലെൻസിൽ നമുക്കൊരു വെഡ്ഡിങ് അല്ല ഇവൻറ്റ് ഫോട്ടോഗ്രാഫേഴ്സിന് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ലെൻസാണ്. 50mm ആർട്ട് ലെൻസ് 50mm 1.2 ഉണ്ട്. അത് പക്ഷേ ടെലിയുടെ അത്രയും പെർഫോമൻസ് വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും, എൻ്റെ ഒരു എസ്പെഷ്യലി എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഫേവറേറ്റ് ലെൻസാണ് 85 എന്നുള്ളത്. ആ ലെൻസ് പക്ഷേ പലർക്കും ഇപ്പോൾ സോണി ക്യാമറ ധാരാളം ആളുകൾ എടുക്കുന്നുണ്ടെങ്കിലും ഈ പ്രീമിയം ലെൻസിൻ്റെ പ്രൈസ് വെച്ച് നോക്കിയാൽ അഫോർഡബിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പലരും ഇതിൻ്റെ തേർഡ് പാർട്ടി ലെൻസുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സോണി ക്യാമറയെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ ജി മാസ്റ്റർ ലെൻസുകൾ യൂസ് ചെയ്യുന്നവരാരും തന്നെ സോണി ക്യാമറയോ അതിൻ്റെ കളറിനെയോ കുറ്റം പറയത്തില്ല. പക്ഷേ പല ഓപ്ഷനുകളും നമ്മൾ ക്യാമറയ്ക്കകത്ത് ഓട്ടോ ഫോക്കസിങ് അല്ലെങ്കിൽ ഐ ഫോക്കസിങ്, അങ്ങനെ കുറേ കണ്ടിന്യൂസ് ഷട്ടറൊക്കെ ഒത്തിരി ഓപ്ഷനുകൾ സോണി ക്യാമറകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ പെർഫോമൻസ് കിട്ടണമെങ്കിൽ ജി മാസ്റ്റർ ലെൻസുകൾ തന്നെ ഉപയോഗിക്കണം. വെച്ചാൽ അതിൻ്റെ ഫോക്കസിങ് ആണെങ്കിലും ബൊക്കെ ആണെങ്കിലും കളറ് എടുത്തു പറയേണ്ട സോണി ജി മാസ്റ്റർ ലെൻസിൻ്റെ കളറിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ലെൻസ് ഫ്ലെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ സോണിയുടെ ജി മാസ്റ്റർ ലെൻസുകൾ തന്നെ യൂസ് ചെയ്യണം. ആ ലെൻസിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. അപ്പം അവർ അതിൻ്റെ സൈറ്റിൽ, നമ്മുടെ യൂട്യൂബിൽ തന്നെ അവർ അതിൻ്റെ ഇറങ്ങുന്നതിൻ്റെ ഔട്ട്പുട്ടുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ A93 പോലുള്ള കണ്ടിന്യൂസ് ക്യാമറയിലെടുത്ത കുറേ പിക്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടൻറ്റ് വിളിച്ചതാണ് ഈ വീഡിയോ പറയുന്നത്. വെച്ചാൽ ഒരു അവകാശപ്പെടുന്ന ജി മാസ്റ്റർ 1നേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആണെന്നാണ്. ഓൾറെഡി അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് നല്ല വ്യക്തമായ ബൊക്കെ കിട്ടും. ബൊക്കെയാണല്ലോ നമുക്ക് 85 അല്ലെങ്കിൽ ആർട്ട് ലെൻസുകളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പം വ്യക്തമായ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ബൊക്കെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവർ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഞാൻ വേറൊരു വിഷയം പറയാം. ഇപ്പം നമ്മുടെ സിഗ്മ ലെൻസുകൾ ബെറ്ററാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഈ സിഗ്മ ലെൻസുകളിൽ എടുക്കുന്ന ഫോട്ടോ ഇപ്പോൾ ബൊക്കെ കിട്ടുകയെന്ന് വെച്ചു. ബൊക്കെ എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി നിൽക്കുന്നതിനാണ് ബൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൊക്കെ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഇവിടം വരെയുള്ള ബ്ലറഡ് ചിലപ്പോൾ പൊട്ടിയിരിക്കും. സമയം ജി മാസ്റ്റർ ലെൻസുകളിൽ എടുത്താൽ ആ പൊട്ടൽ വരത്തില്ല, പക്ക ബൊക്കെ കിട്ടും. അപ്പോൾ ആ ബൊക്കയുടെ എഫിഷ്യൻസി കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ്, പലരും കുറ്റം പറയുന്നൊരു വിഷയമാണ്. ഗിംബലിലൊക്കെ എടുക്കുമ്പോൾ ഈ ജി മാസ്റ്റർ ലെൻസുകൾക്ക് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് കൈ താങ്ങും. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുകൊണ്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ട്, സൈസും കുറച്ചിട്ടുണ്ട്. പിന്നെ കളറിൻ്റെ കാര്യത്തിൽ മസ്റ്റായിട്ടും നല്ല രീതിയിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് അവരുടെ പിക്ചറേഴ്സ് കണ്ടു. അപ്പോൾ അത് നല്ല കളർ നമുക്ക് ഇതിൻ്റെ ജി മാസ്റ്റർ ലെൻസുകളിൽ യൂസ് ചെയ്തവർക്ക് അറിയാം, കളറിൻ്റെ പക്ക കളറാണ്. ചിലരൊക്കെ പറയുന്നിട്ടുണ്ട് നമ്മുടെ കനോണിനാണ് സോണിയെ കഴിഞ്ഞ് ബെറ്റർ ഫോട്ടോസ് കിട്ടുന്നുള്ളത്. പക്ഷെ അത് ഈ ജി മാസ്റ്റർ ലെൻസുകൾ യൂസ് ചെയ്യാത്തവരെ അങ്ങനെ പറയും. അപ്പോൾ ആ ജി മാസ്റ്റർ ലെൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് കളറ് ഇപ്പം ഏറ്റവും ബെറ്റർ കളറാണ് കിട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരുപടി മുമ്പിൽ കിട്ടുമെന്നാണ് ഇപ്പോൾ പുതിയ പറയുന്നത്. നമുക്ക് ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോയുടെ കാര്യത്തിൽ കണ്ടിന്യൂസ് ഫോക്കസിങ്ങിൻ്റെ ഒക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ A93ക്കൊക്കെ ഇപ്പോൾ 120 FPS പിക്ചേഴ്സ് എടുക്കാൻ പറ്റുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ക്യാമറയാണല്ലോ A93. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ കൂടുതൽ ഷാർപ്പ്നെസ് തരാൻ പറ്റും എന്നാണ് ഈ ലെൻസ് യൂസ് ചെയ്താൽ. വെച്ചാൽ നമ്മളൊരു ചാടുന്ന ഒരു ഇമേജാണെന്ന് വെച്ചാൽ എടുത്ത് ചാടുന്നതിൻ്റെ അകത്ത് ചിലപ്പം പവർ കുറഞ്ഞ ലെൻസാണ്, ഇത് ഫോക്കസ് ആയി വരുന്ന ആ സമയം കൊണ്ട് ചിലപ്പോൾ അത്രയും കിട്ടത്തില്ല. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഷട്ടറിനെയൊക്കെ അടിക്കുന്ന ഈ ക്യാമറയ്ക്ക് കമ്പാറ്റബിൾ ആകും എന്നാണ് പറയുന്നത്. നമുക്ക് അറിയാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാതുകൊണ്ട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇവർ കാണിച്ചേക്കുന്ന പിക്ചറിൻ്റെ വെച്ച് നോക്കിയിട്ട് അതുപോലെ തന്നെ ലെൻസ് ഫ്ലെയർ കുറവുണ്ട്, ഷാർപ്നെസ് കുറവുണ്ട്, കളറ് കുറച്ചും കൂടെ മോർ എക്സ്പെക്റ്റീവ് ആയിട്ടുണ്ട്. വീഡിയോയുടെ കാര്യത്തിൽ തന്നെ കുറേ ഇപ്പം ഓട്ടോ ഫോക്കസിങ്, കണ്ടിന്യൂസ് ഫോക്കസിങ്, ഓട്ടോ ഫോക്കസിങ്, പിന്നെ
ഈ ഫോക്കസിങ് മാറുക എന്നുള്ള സംഭവമുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് അതിനെയൊക്കെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ അവർ അവരുടെ സൈറ്റിൽ കൂടെ വിട്ടേക്കുന്ന കുറച്ച് ഇമേജസ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് ഉൾപ്പെടുത്താം. ജസ്റ്റ് ഒന്നും കണ്ടു നോക്കുക. നിങ്ങളെപ്പോഴും സോണി ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജി മാസ്റ്റർ ലെൻസുകൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിലേക്ക് എടുക്കാനാണ് ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്യുള്ളൂ. ഉള്ളവർക്കറിയാം ഇപ്പം ഏറ്റവും ബെസ്റ്റ് എവർ ലെൻസ് ആയിരിക്കും ഇറങ്ങിയേക്കുന്നതെന്നാണ്. അപ്പം സോണി ക്യാമറ എടുക്കുന്നവർ ഇനി പുതുതായിട്ട് സോണിയിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെ പറയുവാണ്, ഈ ജി മാസ്റ്റർ ലെൻസ് മസ്റ്റായിട്ട് എടുക്കുക. പറ്റുന്ന ഇപ്പം 85 മസ്റ്റായിട്ട് വെഡിമാർക്കിലേക്ക് ഇറക്കുവാണെങ്കിൽ 85 മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ ഫങ്ഷൻ ലെൻസുകളൊക്കെ ഇച്ചിരി കുറഞ്ഞെടുത്താലും കുഴപ്പമില്ല. കാനഡ അല്ലെങ്കിൽ പോർട്രേറ്റോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മസ്റ്റായിട്ടും ജി മാസ്റ്റർ, സോണി ആണെങ്കിൽ മസ്റ്റായിട്ട് ജി മാസ്റ്റർ എടുക്കണമെങ്കിലുള്ള അതിൻ്റെ പൂർണ്ണമായ പെർഫോമൻസും കളറും ഷാർപ്നെസ്സും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലുമൊക്കെ ക്യാമറ സംബന്ധമായ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഈ ലെൻസ് ഇറങ്ങിയതിൻ്റെ അവർ ലോഞ്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മൾ ഓൾഡ് വേർഷൻ യൂസ് ചെയ്തതിൻ്റെ അകത്ത് കമ്പയർ ചെയ്താണ് അവരെ വീഡിയോ ചെയ്തേക്കുന്നത്. അതിൻ്റെ വെളിച്ചത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.